ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ചില മാരക പാപങ്ങൾ, ചില മൂലഭാവങ്ങൾ എപ്രകാരമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും സ്വാധീനിക്കുന്നതെന്നും അതിലൂടെ പിശാച് എപ്രകാരം നമ്മെ കീഴ്പ്പെടുത്തി അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ പ്രവർത്തിപ്പിക്കുകയും നമ്മുടെ ചിന്താഗതികളെയും മനോഭാവത്തെയും പ്രവർത്തനത്തെയും എപ്രകാരം സ്വാധീനിക്കുന്നുവെന്നും തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യ മാതാപിതാക്കളായിട്ടുള്ള ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളായിട്ടുള്ള ഭൂമിയിലെ ആദ്യ സഹോദരന്മാരായിട്ടുള്ള കായേൻ്റെയും ആബേലിൻ്റെയും ബലിയർപ്പണത്തെക്കുറിച്ച്. കായൻ ഏറ്റവും മോശമായത് ദൈവത്തിന് ബലിയർപ്പിച്ചു. ആ ബലി ദൈവം സ്വീകരിച്ചില്ല. ആബേലാകട്ടെ തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുക്കൾ എടുത്ത്, തൻ്റെ അധ്വാന ഫലങ്ങളെടുത്ത് ദൈവത്തിന് ബലിയർപ്പിച്ചു. ആ ബലി കർത്താവ് സ്വീകരിച്ചു. എന്നാൽ ഇതിൽ അസൂയ മൂത്ത കായേൻ ആബേലിനെ എപ്രകാരമാണ് വധിക്കുന്നതെന്നും ആ അസൂയ എന്നുള്ള മൂലപാപം, മാരക പാപം ഈ കായേൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ പിശാച് ഏത് രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ അസൂയ പൂത്ത് കോപാകുലനായി നിൽക്കുന്ന കായേനെ വിളിച്ചുകൊണ്ട് ദൈവം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. നിന്നിലുള്ള പാപത്തിൻ്റെ സാന്നിധ്യം, അതായത് കായേൻ ആബേലിനോടുള്ള അസൂയ മൂത്ത് കോപാകുലനായി നിന്നപ്പോൾ ദൈവം കായേന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ കോപം, ഈ അസൂയ നിന്നെക്കൊണ്ട് വലിയ തിന്മകൾ പ്രവർത്തിപ്പിക്കും. അത് പിശാചാണ് നിന്നിൽ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. ഇതിലൂടെ പിശാച് നിന്നിലേക്ക് കടന്നു വരും എന്ന് കായേന് ദൈവം മുന്നറിയിപ്പ് നൽകി. എന്നാൽ കായേൻ ഈ മുന്നറിയിപ്പുകളെ അപ്പാടെ അവഗണിച്ചു. അതാണ് ആബേലിൻ്റെ കൊലപാതകത്തിൽ അവസാനിക്കുന്നതും. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അസൂയ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടി കഴിയുമ്പോൾ ആ നിമിഷം തന്നെ പിശാച് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലാണ്. ദാവീദ് ഫിലിസ്തീനായിട്ടുള്ള ഗോലിയാത്തിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ജനം മുഴുവനും ഈ ദാവീദിന് സ്തുതി പാടിക്കൊണ്ട് ദാവീദിനെ വരവേൽക്കുവാനായിട്ട് നഗര കവാടത്തിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ: ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിനു ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി. സാവൂൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെയും. ഇവിടെ ദാവീദാണ് ഫിലിസ്തീനെ വധിക്കുന്നത്. എന്നാൽ ജനം എതിരേൽക്കുന്നത് ആരെയാണ്? സാവൂളിനെയാണ്. ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായിട്ടുള്ള സാവൂളിനെയാണ് ജനം വാദ്യമേളങ്ങളോടുകൂടെ സ്വീകരിക്കുന്നത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനായിട്ട് ഈ സാവൂളിന് സാധിക്കുന്നില്ല. കാരണം അവൻ്റെ ഉള്ളിൽ അസൂയ എന്നുള്ള തിന്മ കടന്നുകൂടി കഴിഞ്ഞു. അതിൻ്റെ പരിണത ഫലം എന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ 1 സാമുവേൽ 18-ാം അധ്യായം 7-ാം തിരുവചനം: അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി. സാവൂൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെയും. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ജനങ്ങൾ പാടിയത് എന്താണ്? സാവൂൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെ കൊന്നു. ഇതാണ് സാവൂളിന് ഇഷ്ടപ്പെടാതിരുന്നത്. അസൂയയുടെ മനോഭാവം, അസൂയയുടെ വിത്ത് സാവൂളിൻ്റെ, ഇസ്രായേലിൻ്റെ പ്രഥമ അഭിഷിക്ത രാജാവിൻ്റെ ഹൃദയത്തിൽ വീണു കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 1 സാമുവേൽ 18-ാം അധ്യായം 8-ാം തിരുവചനം: കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000-ങ്ങൾ കൊടുത്തു, എനിക്കോ 1000-ങ്ങളും. ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? ഇനി നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ വളരെ
വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? പിശാച് ആ വ്യക്തിയിൽ കടന്നുകൂടി, അസൂയയിലൂടെ പിശാച് കടന്നുകൂടിയ ആ നിമിഷം മുതൽ സാവൂളിൻ്റെ തകർച്ച ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണ്. 1 സാമുവേൽ 18-ാം അധ്യായം 10-ാം തിരുവചനം. പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. അസൂയ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ മാത്രമല്ല, കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും അപ്പാടെ തകർക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ പിശാച് ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഈ സാവൂളിൻ്റെ ഈ ആത്മീയ ജീവിതത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയും തകർച്ചകളുടെ പരമ്പര തന്നെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായി നമ്മൾ കാണുന്നത് അഹങ്കാരം എന്ന മൂലഭാവം. ആ അഹങ്കാരം എന്ന മൂലഭാവത്തോടൊപ്പമുള്ള അസൂയയും എപ്രകാരമാണ് ഒരു വ്യക്തിയിലേക്ക് പിശാച് കടന്നു വരുവാൻ ഇടവരുന്നതെന്നും ആ വ്യക്തിയിലൂടെ പിശാച് ആ വ്യക്തിയുടെ ജീവിതത്തെയും ആ വ്യക്തി ആയിരിക്കുന്ന ഇടങ്ങളെയും സമൂഹത്തെയും കുടുംബത്തെയും എല്ലാം എപ്രകാരം സ്വാധീനിക്കും, നശിപ്പിച്ചു കളയും എന്നുള്ളതിന് ഒരു ഉദാഹരണം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈശോയുടെ ജനനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് നക്ഷത്രം കണ്ട ജ്ഞാനികൾ ചെന്ന് എത്തുന്നത് ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലാണ്. അവിടെ ചെന്നുകൊണ്ട് ഹെറോദോസിനോട് അവർ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ, എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലം എന്താണ് എന്ന് നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി ഇത് കേട്ടപ്പോൾ അസൂയയും അഹങ്കാരത്തിൻ്റെയും ക്രോധത്തിൻ്റെയും മൂർത്തിഭാവമായിട്ടുള്ള ഹേറോദിൽ എപ്രകാരമാണ് പിശാച് കടന്നുകൂടുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് വായിക്കാം. ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. ഒരു വ്യക്തിയുടെ അസ്വസ്ഥത എന്തിനാണ് ഹെറോദോസ് അസ്വസ്ഥനായത്? കാരണം തന്നേക്കാൾ വലിയവനായിട്ടുള്ളതോ അല്ലെങ്കിൽ തനിക്ക് പകരക്കാരനായിട്ടുള്ള മറ്റൊരു രാജാവിത ജനിച്ചിരിക്കുന്നു എന്ന് കേട്ട് ആ അഹങ്കാര ഭ്രമത്തനായിട്ടുള്ള അസൂയ നിറഞ്ഞ ഹെറോദോസിൻ്റെ ഹൃദയം അസ്വസ്ഥമായി. അത് ഹെറോദോസിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. ഇവിടെ വായിക്കുകയാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. ആ വ്യക്തിയിൽ മാത്രമല്ല ആ അസ്വസ്ഥത ഒതുങ്ങി നിൽക്കുന്നത്. ആ സമൂഹം മുഴുവനും, ജെറുസലേം മുഴുവനും അവനിലുള്ള ഈ തിന്മ മൂലം അസ്വസ്ഥരായി എന്നാണ് കാണുന്നത്. ഇനി ഈ വ്യക്തിയിൽ പിശാച് എപ്രകാരം പ്രവർത്തിച്ചുവെന്നും അതിൻ്റെ വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നുവെന്നും തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം തന്നെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ 16-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് രോക്ഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2ഉം അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു കളഞ്ഞു എന്നാണ് പറയുക. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള തിന്മ ഒരു സമൂഹത്തെയും പ്രദേശത്തെയും നാടിനെയും നഗരത്തെയും മുഴുവനും അസ്വസ്ഥമാക്കി എന്നുള്ളതാണ്. നമ്മളൊന്ന് സാധാരണ രീതിയിലൊന്ന് കണ്ണോടിച്ചാൽ മതി. നമ്മുടെ ഒരാളുടെ ഉള്ളിൽ ദേഷ്യം കടന്നുകൂടുമ്പോൾ, നമ്മളൊന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അത് നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥമാക്കും. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ അസ്വസ്ഥത നിറയാനായിട്ട് ഇടവരും. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള, ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുള്ള ഒരു കഥയാണിത്. ഒരു ദിവസം ഒരാൾ ഓഫീസിൽ മേലധികാരിയിൽ നിന്നും എന്തോ വളരെ ക്രൂരമായിട്ടും അനർഹമായിട്ടുള്ള രീതിയിൽ പണിഷ്മെൻ്റ് കിട്ടി അരിശപ്പെട്ടു. മേലധികാരി ആ വ്യക്തിയോട് അരിശപ്പെട്ടു. തിരിച്ച് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനോട് അരിശപ്പെടാൻ സാധിക്കാത്തത് കാരണം കൊണ്ട് തന്നെ അയാൾ ആ ദേഷ്യത്തോടു കൂടെ തന്നെ ഓഫീസിൽ നിന്നുണ്ടായ ആ ദേഷ്യം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ച സമയം തന്നെ ഭാര്യ ചെന്ന് ആ വാതിൽ തുറന്നു കൊടുത്തു. ഭർത്താവിൻ്റെ മുഖം വല്ലാതെ ദേഷ്യഭാവത്തിൽ കണ്ട് ഭാര്യ ചോദിച്ചു,
എന്തുകൊണ്ടാണ് മുഖം ഇങ്ങനെ വല്ലാതെ ദേഷ്യത്തിലാണല്ലോ, എന്തു പറ്റി, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കലും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗ് എടുത്ത്, ഓഫീസ് ബാഗ് എടുത്ത് ഈ ഭാര്യയുടെ മുഖത്തേക്ക് ഒറ്റ ഏറ് കൊടുക്കുകയാണ്. അവൾ വളരെ അസ്വസ്ഥയായി. കാരണം ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയല്ല ചോദിച്ചത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇദ്ദേഹത്തിനോട് എന്ത് സംഭവിച്ചെന്ന് മാത്രമല്ല ഞാൻ ചോദിച്ചുള്ളൂ, എന്തിനാ ഈ ഭർത്താവ് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? അവളുടെ ഉള്ളിലും ദേഷ്യമായി, അസ്വസ്ഥതയായി. തിരിച്ച് ആ ബാഗ് എടുത്ത് ഭർത്താവിനെ എറിയാൻ കഴിഞ്ഞില്ല. അവൾ ആ ബാഗ് എടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മുറിയിലിരുന്ന് സ്റ്റഡി ടേബിളിനരികിലിരുന്ന് കസേരയിലിരുന്നു കൊണ്ട് അവരുടെ വീട്ടിലുള്ള അവരുടെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മകൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ കണ്ണിൽപ്പെട്ടു, ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ കാലുകൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവൾ ഉടനെ തന്നെ അവൻ്റെ തലക്കിട്ട് ഒറ്റടി കൊടുത്തിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെയാണോ പഠിക്കുന്നത്? മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കടാന്ന് പറഞ്ഞു. ഈ മകനും ദേഷ്യം വന്നു. അമ്മ എന്തിനാ, ഞാൻ ഇത്ര കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ എന്തിനാ അമ്മ തല്ലിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആകെ അരിശപ്പെട്ട് പുസ്തകം അവിടെ വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ പടിവാതിൽക്ക് തന്നെ ആ വീട്ടിലെ പട്ടി കിടക്കുന്നുണ്ട്, നായ കിടക്കുന്നുണ്ട്. അവൻ്റെ അരിശം മുഴുവനും ആ നായയ്ക്കൊരു തൊഴി കൊടുത്തിട്ട് കാലുകൊണ്ടൊരു ചവിട്ട് കൊടുത്തു. ഉടനെ തന്നെ നായ അപ്രതീക്ഷിതമായി കിട്ടിയ ആ ചവിട്ട് കൊണ്ട് ഉറക്കെ കരയാൻ ഇറങ്ങി, ഒച്ച വെച്ച് കുരയ്ക്കാൻ തുടങ്ങി. കുരച്ച് അത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്തു നിന്നുള്ള മറ്റു പ്രദേശത്തുള്ള എല്ലാ പട്ടികളും കൂടെ ഈ പട്ടിയുടെ കുര കേട്ട് മറ്റെല്ലാം കൂടി കുരയ്ക്കാൻ തുടങ്ങി. കൂട്ടക്കുരയാണ്. ആ പ്രദേശത്തുള്ള നായ്ക്കളെല്ലാം ആ പ്രദേശത്തെ തെരുവിൽ ഒരുമിച്ച് കൂടി കൂട്ടക്കുര. ഈ നായ്ക്കളെല്ലാം ഒന്നിച്ച് കുരയ്ക്കുന്നത് കേട്ട് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം എത്തിച്ചു നോക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്? ആരെയെങ്കിലും ഇനി പട്ടി കടിച്ചോ എന്നറിയാൻ വേണ്ടി ആ പ്രദേശവാസികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നോക്കാനായിട്ട് തുടങ്ങി. ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഈ ഒരു അസ്വസ്ഥത നമ്മൾ കാണുന്നുണ്ട്. ഒരു കുടുംബനാഥൻ്റെ മേലുദ്യോഗസ്ഥനിൽ നിന്ന് ആ കുടുംബനാഥന് കിട്ടിയ മുറിവ് അദ്ദേഹം അത് വീട്ടിലേക്ക് പകർന്നു കൊടുത്തു. ആ വീട്ടിലുള്ള ചെറുക്കൻ അത് നായയ്ക്ക് കൊടുത്തു. ആ നായ ഒച്ച വെച്ചപ്പോൾ ആ പ്രദേശത്തുള്ള നായ്ക്കളെല്ലാം കൂടി കുരച്ചു. അങ്ങനെ ഒരു പ്രദേശം മുഴുവനും അസ്വസ്ഥമായി. ഇവിടെ കാണുകയാണ്, ഹെറോദോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലുള്ള തിന്മ ആ പ്രദേശം മുഴുവനിലേക്കും സ്വാധീനിക്കുകയാണ്. പിശാച് ഇപ്രകാരമാണ് നമ്മെ പലപ്പോഴും കീഴ്പ്പെടുത്തുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള മാരക പാപങ്ങൾ, മൂലപാപങ്ങളിലൂടെ അവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മുടെ ആത്മീയ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും ഭൗതിക ജീവിതത്തിലെയും തൊഴിലിൻ്റെ മേഖലയെ എല്ലാം ഇത് സ്വാധീനിക്കുകയും തകർത്ത് കളയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ വേണം ഈ മാരകമായിട്ടുള്ള മൂലപാപങ്ങളെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും അനുദപിക്കുവാനും നല്ല കുമ്പസാരം നടത്തുവാനും നമ്മളെപ്പോഴും കരുതലുള്ളവരായിരിക്കണം. സ്നേഹമുള്ളവരെ, പിശാച് നമ്മളിൽ കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു തിന്മയാണ്, മാരക പാപമാണ് കോപം, വെറുപ്പ്, വൈരാഗ്യം എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളോട് ഇങ്ങനെ ഇപ്രകാരം പറയുന്നുണ്ട്. 26-ാം തിരുവചനം, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത് എന്നാണ് പറയുക. അതിനർത്ഥം എന്താണ്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദേഷ്യം വരിക, കോപം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ആ കോപം, ദേഷ്യം അത് വെറുപ്പായി, വൈരാഗ്യമായി, വിദ്വേഷമായി, പകയായി മാറിക്കഴിയുമ്പോൾ പിശാച് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഉദാഹരണങ്ങളിലൂടെ എല്ലാം കണ്ടത്. ഇതുതന്നെയാണ്. കോപം, വെറുപ്പ്, വൈരാഗ്യം, അസൂയ, അഹങ്കാരം അതിലൂടെയെല്ലാം പിശാച് നമ്മുടെ ഉള്ളിൽ കടന്നു വരികയും എപ്രകാരം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും എന്ന് നമ്മൾ വായിച്ചു കേട്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ മാരക
മാരക പാപാവസ്ഥയിൽ, പ്രത്യേകിച്ചും ദ്രവ്യാസക്തി നിറഞ്ഞ ഒരു മനുഷ്യൻ, ദ്രവ്യാസക്തിയോടുകൂടെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ വ്യക്തിയിലും എപ്രകാരമാണ് പിശാച് കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ അന്ത്യ അത്താഴവേളയിൽ അപ്പമെടുത്ത് യൂദാസിനാണ് ഏറ്റവും ആദ്യം കൊടുക്കുന്നത്. ആദ്യ കുർബാന സ്വീകരിച്ച, ദിവ്യകാരുണ്യം സ്വീകരിച്ച ആ യൂദാസിൽ സംഭവിക്കുന്നത് വളരെ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊന്ന് വായിച്ച് കേൾക്കുക. ഇപ്രകാരമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം, അത് 21 മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യ അത്താഴവേളയിൽ ഈശോ അപ്പം എടുത്തു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈശോയുടെ കൂടെ നടന്നിട്ടും ആദ്യ കുർബാന സ്വീകരിച്ച ആ യൂദാസിലേക്ക് പിശാച് കടന്നു വന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട, ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം എന്താണ്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പരിശുദ്ധ കുർബാന മുടങ്ങാതെ സ്വീകരിക്കുന്ന വ്യക്തികൾ, മുടങ്ങാതെ കുമ്പസാരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും, കുദാശകൾ സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തിരുത്താത്ത, ഉപേക്ഷിക്കാത്ത ചില പാപങ്ങളുടെ മേഖലകളിലൂടെ പിശാച് ആ വ്യക്തികളുടെ ആത്മീയ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഒരുപോലെ തകർത്ത് കളയും എന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതുപോലെ എൻ്റെ ജീവിതത്തിലും അസൂയയും അഹങ്കാരവും വെറുപ്പും വിദ്വേഷവും ദ്രവ്യാസക്തിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? അതിലൂടെ ഞാനും ഈ പിശാചിനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടവന്നു പോയിട്ടുണ്ടോ? എന്നിൽ കടന്നുകൂടിയ ആ പൈശാചിക സ്വാധീനം ഇന്ന് എൻ്റെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ സ്വാധീനിക്കുവാൻ ഇടവന്നിട്ടുണ്ടോ? കർത്താവെ, തിരിച്ചറിയുവാനും നല്ല കുമ്പസാരത്തിലൂടെ ഈ ഒരു മേഖലയെ തിരുത്തുവാനും ജീവിതത്തെ നവീകരിക്കുവാനും എനിക്ക് നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.